മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BJP കേരള മുൻ പ്രഭാരി കൂടിയാണ്. തമിഴ്നാട് BJP മുൻ അധ്യക്ഷനും കോയമ്പത്തൂർ മുൻ MP കൂടിയായ CP രാധാകൃഷ്ണൻ. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. BJP പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് CP രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചത്. के साथ भी चर्चा गहन रूप से हुई और गहन रूप से चर्चा होने के बाद आज हम यहाँ पर आपको खुशी से ये बताना चाहते हैं और ये खुशखबरी देना चाहते हैं कि संसदीय बोर्ड की बैठक में जिसका नेतृत्व हमारे प्रधानमंत्री नरेंद्र मोदी जी की उपस्थिति में हुआ, उनके नेतृत्व में ये बैठक हुई। सभी पहलुओं पर चर्चा हुई और नामों पर विस्तृत रूप से जो पार्टी में एक्सरसाइज हुई थी उन सारे एक्सरसाइज के बारे में डेलिब्रेशन हुआ, सभी के साथ चर्चा हुई, सुझाव मांगे गए और उसके बाद फिर ये तय हुआ कि हमारे उपराष्ट्रपति के प्रत्याशी के रूप में हमारे महाराष्ट्र के राज्यपाल श्री CP राधाकृष्णन जी, चंद्रपुरम पुन्नासामी राधाकृष्णन जी, उनको हम NDA का प्रत्याशी बनाएंगे और वो NDA के प्रत्याशी के रूप में रहेंगे. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. BJP കേരള മുൻ പ്രഭാരിയാണ്. തമിഴ്നാട് BJP മുൻ അധ്യക്ഷനും കോയമ്പത്തൂർ മുൻ MP കൂടിയുമാണ്. നിരവധി സവിശേഷതകളാണ് CP രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, ചന്ദ്രപുരം പൊന്നുസാമി രാധാകൃഷ്ണൻ CP രാധാകൃഷ്ണൻ ഭാരതത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് അടുത്ത മാസം 9-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ചുമതലയേൽക്കും. കാര്യം, വ്യക്തമായ ഭൂരിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും BJPക്കുണ്ട്. സ്വാഭാവികമായും NDA നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് ഉപരാഷ്ട്രപതിയാകാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ CP രാധാകൃഷ്ണൻ നിയുക്ത ഉപരാഷ്ട്രപതി എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അദ്ദേഹം ജാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചു, പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ചുമതല വഹിച്ചു. മാത്രമല്ല, തെലങ്കാനയുടെ ഗവർണറുടെ അധിക ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. കാർക്കശ്യത്തിൽ പൊതിഞ്ഞ സൗമ്യനായ മനുഷ്യൻ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു, തമിഴ്നാട് മോദി എന്നുള്ളത്. തമിഴ്നാട് മോദി എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം അദ്ദേഹം തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഫലം തന്നെയായിരുന്നു. BJPയുടെ തമിഴ്നാട് ഘടകം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഒരു കാലഘട്ടത്തിൽ BJPക്ക് ഒരു തരത്തിലും സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത രീതിയിൽ എതിർപക്ഷത്തു നിന്നും DMKയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് CP അവിടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഏറ്റെടുക്കുന്നത്. CP രാധാകൃഷ്ണൻ സംസ്ഥാന പദവി ഏറ്റെടുത്തതിൽ പിന്നെ തമിഴ്നാട്ടിൽ BJPക്കുണ്ടായ മാറ്റം അത് വളരെ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് അംഗീകാരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം 2 തവണ കോയമ്പത്തൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭ അംഗമായിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാര മികവാണ് അദ്ദേഹത്തെ ജാർഖണ്ഡ് ഗവർണറായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇതാ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് CP രാധാകൃഷ്ണൻ വരുന്നു. NDAയുടെ ഘടകകക്ഷികളായിട്ടുള്ള TDPയും അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പേര് അംഗീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ആര് വേണം എന്നതിൻ്റെ പൂർണ്ണ അധികാരം, അത് തീരുമാനിക്കുവാനുള്ള അധികാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് NDAയുടെ ഘടകകക്ഷികൾ നൽകിയിരുന്നു. തുടർന്ന് വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ പാർലമെൻ്ററി ബോർഡ് യോഗത്തിന് ശേഷം CP രാധാകൃഷ്ണൻ്റെ പേര് പ്രഖ്യാപിച്ചത്. കേരളത്തിൻ്റെ പ്രഭാരിയായി കൂടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരളവുമായൊക്കെ തന്നെ വളരെയധികം ആത്മബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. സ്വാഭാവികമായും അദ്ദേഹം ഭാരതത്തിൻ്റെ 2ാമത്തെ പ്രഥമ പൗരനായി എത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനടക്കം വലിയ അംഗീകാരമെന്ന് വേണം വിലയിരുത്താൻ. രോഹിണി, നന്ദൻ, വിശേഷണങ്ങൾ ധാരാളമാണ് CP രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. തെന്നിന്ത്യയിലെ തന്നെ മുതിർന്ന BJP നേതാവാണ്. അതുമാത്രമല്ല, അദ്ദേഹം 1998-ലും 99-ലും നേടിയ ഭൂരിപക്ഷം, ലോക്സഭയിലേക്ക് നേടിയ ഭൂരിപക്ഷമൊക്കെ വളരെ മികച്ച വിജയമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിയായി, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തികച്ചും അനുയോജ്യമായ ഒരു തീരുമാനം എന്ന് തന്നെയല്ലേ പറയേണ്ടത്?
രോഹിണി, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പർണശാലയിലെ അരണി കടഞ്ഞ് ജ്വലിപ്പിച്ചെടുത്ത അഗ്നിയാണ് CP രാധാകൃഷ്ണൻ. സ്വാഭാവികമായും അദ്ദേഹം ഉപരാഷ്ട്രപദത്തിലേക്ക് എത്തുമ്പോൾ വളരെ പ്രതീക്ഷയാണ് രാജ്യത്തിനുള്ളത്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതി എന്നുള്ളത് രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ്. രാജ്യസഭയെ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ട ചുമതല ഇനി CP രാധാകൃഷ്ണൻ്റെ കൈകളിൽ. അത് ഭദ്രമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് NDAയുടെ നേതൃത്വത്തിൽ CP രാധാകൃഷ്ണൻ്റെ പേര് നിശ്ചയിക്കാൻ കാരണം. അദ്ദേഹം ഈ കാലയളവിൽ, അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ കടന്നു വന്ന് പിന്നീട് ജനസംഘത്തിലേക്ക് മാറി, ജനസംഘത്തിൽ നിന്നും BJPയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തന മണ്ഡലങ്ങൾ, കർമ്മപദങ്ങളൊക്കെ തന്നെ വിജയിച്ച ചരിത്രമാണുള്ളത്. 2 തവണ കോയമ്പത്തൂരിൽ BJPക്ക് ഒരു സ്ഥാനമാനങ്ങളും ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണ് 2 തവണ അദ്ദേഹം കോയമ്പത്തൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ തമിഴ്നാടിൻ്റെ മോദി എന്നുള്ള വിശേഷണം തന്നെ തമിഴ്നാട്ടിൽ BJPയെ കാലുറയ്ക്കുവാൻ, അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ വേരോട്ടം ഉണ്ടാക്കുവാൻ വേണ്ടി CP രാധാകൃഷ്ണൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തെ തേടി നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവർണർ പദവി തന്നെ കേന്ദ്ര സർക്കാർ നൽകിയത്, അല്ലെങ്കിൽ രാഷ്ട്രപതി നൽകിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാരം കൂടിയായിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ തേടി ഉപരാഷ്ട്രപതി പദം കൂടി എത്തിയിരിക്കുന്നു. രാജ്യസഭയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം ഇനി രാജ്യസഭയെ നയിക്കേണ്ട കർത്തവ്യം കൂടി അദ്ദേഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്നുമാണ് അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നീട് അദ്ദേഹം ജനസംഘത്തിലേക്ക് എത്തി. ജനസംഘത്തിൽ നിന്നും BJPയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികളിൽ, അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ, അത് ഇപ്പോഴും അത് കൃത്യമായി തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതി എന്നുള്ള, അല്ലെങ്കിൽ ആ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ചോദ്യം BJPക്ക് NDAയ്ക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ കാര്യമായ വലിയ ചർച്ചകളോ കോലാഹലങ്ങളോ ഇല്ലാതെ BJP CP രാധാകൃഷ്ണൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ പല ചർച്ചകൾ നടന്നിരുന്നു, പല പേരുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ എപ്പോഴും വളരെ സർപ്രൈസായിട്ട് ഇത്തരം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന BJP ഇത്തവണയും ആ സർപ്രൈസ് കാത്തുവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി നന്ദൻ. CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.